Q Developers Comedy Super Night. वंदे थोड़ा तो जगाए अपने दिलों में हम। क्या नाम है अपना जहां में खड़े हैं कहाँ पे हम। है हमें जाना कहाँ चले हैं कहाँ पे हम। हमसे पूछे है ये मादरे वतन। സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കോമഡി സൂപ്പർ നൈറ്റ് 2വിന്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ഇന്ന് കോമഡി സൂപ്പർ നൈറ്റ് 2വിൽ അതിഥിയല്ല, അതിഥികളാണ്. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരെ പറ്റി നമ്മൾ ഇന്ന് ഓർക്കുന്നു. അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നമ്മൾ ആദരിക്കുന്നു. മുംബൈ ഭീകരാക്രമണത്തിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ അഭിമാനം, ഭാരതത്തിന്റെ അഭിമാനം, ഈ ലോകത്തിന്റെ തന്നെ അഭിമാനം, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. 2008 നവംബറിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിനിടയിൽ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മരണമടഞ്ഞ ദേശീയ സുരക്ഷാ സേന കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. മുംബൈ താജ് ഹോട്ടലിൽ നിലയുറപ്പിച്ച തീവ്രവാദികളെ കീഴടക്കുന്നതിനുള്ള ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോയിലെ അംഗമായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. തീവ്രവാദികൾക്ക് നേരെ കുതിച്ച സന്ദീപിന് പുറകിൽ നിന്ന് വെടിയേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം പിന്നീട് മരണത്തിന് കീഴടങ്ങി ഭാരതത്തിന്റെ വീരപുത്രനായി.
മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവത്യാഗത്തെ മാനിച്ച് ഭാരത സർക്കാർ മരണാനന്തര ബഹുമതിയായി അശോക ചക്രം നൽകി ആദരിച്ചു. കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂർ സ്വദേശി ഉണ്ണികൃഷ്ണന്റെയും ധനലക്ഷ്മിയുടെയും മകനാണ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ. 31ാമത്തെ വയസ്സിൽ ഭാരതത്തെ ശിഥിലമാക്കാനെത്തിയ തീവ്രവാദികളോട് പടപൊരുതി ഭാരത മക്കൾക്കു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര രക്തസാക്ഷി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ഒരിക്കലും അണയാത്ത ഓർമ്മ വിളക്കിനു മുന്നിൽ ഈ റിപ്പബ്ലിക് ദിനത്തിൽ കോമഡി സൂപ്പർ നൈറ്റിന്റെ കണ്ണുനീർ പൂക്കൾ. ഭാരതത്തിന്റെ വീരപുത്രൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ മാതാപിതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറെ ആദരവോടെ അവരെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛനും അമ്മയ്ക്ക് സുഖാണോ? നമ്മളിവിടെ പ്രൊഫൈല് ഇപ്പോൾ എല്ലാവരും കണ്ടു. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന ജവാനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിലുപരി അമ്മയുടെ മകനാണ്, എല്ലാമാണ്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എന്നും മരിക്കാത്ത ഓർമ്മകൾ തന്നെ. 8 വർഷം കഴിഞ്ഞു. ഈ നീണ്ട 8 വർഷം ഇപ്പോൾ ഈ സ്റ്റേജിൽ ഞങ്ങൾ നിൽക്കുന്നത് വരെ ബുദ്ധിമുട്ടുണ്ട് പറയാൻ. പക്ഷേ എങ്ങനെ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ എത്രത്തോളം ഈ നിലയിലെത്തിയെന്ന്. എല്ലാവരും വിചാരിക്കുന്നത് പോലെ നമ്മൾ ആർമിയിൽ ജോയിൻ ചെയ്യുക അത് 18 വയസ്സിന് ശേഷം അല്ലെങ്കിൽ മുതിർന്ന ഒരു കുട്ടി ആയതിനു ശേഷം മാത്രമാണ്. പക്ഷേ കുഞ്ഞ് ജനിച്ച് വളർന്ന് അതിനോടൊപ്പം നമ്മൾ മാതാപിതാക്കൾ അവരുടെ സ്വഭാവത്തിൽ നല്ലതും ചീത്തയും ശരിയും തെറ്റും ഓരോ പാദങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോൾ അവരെ എങ്ങനെ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുന്നു അപ്പോഴേ അവരുടെ സ്വഭാവം രൂപീകരിച്ചു കഴിഞ്ഞു. അതിനനുസരിച്ചിട്ടാണ് അവൻ്റെ ഓരോ ചുവടുവയ്പ്പുകളും മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിന് നഷ്ടമായത് ഒരു ധീര സൈനികനെയാണ്. പക്ഷേ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ട മകനെയാണ്. അച്ഛൻ എന്താണ് പറയാനുള്ളത്? സന്ദീപ് സർവീസസിൽ ജോയിൻ ചെയ്യാൻ ഉള്ള സന്നദ്ധത എന്നോട് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് തീർച്ചയായും സാധാരണക്കാരെ പോലെ അപകടങ്ങളും അപകട സാധ്യതകളും തന്നെയായിരുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ, അതായത് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്നുണ്ടെങ്കിൽ അവനൊരിക്കലും അപകടം സംഭവിക്കില്ല എന്നുള്ള ഒരു മനസ്ഥിതി എനിക്കുണ്ടായി. പക്ഷേ NSCയിൽ അവൻ ചേർന്നപ്പോൾ, NSCയിലേക്ക് അവന് ഡെപ്യൂട്ടേഷൻ കിട്ടിയപ്പോൾ വീണ്ടും ആ ചിന്ത എന്നെ അലട്ടി. ഇതൊക്കെ ഞാൻ ഓരോ സന്ദർഭങ്ങളിലും സന്ദീപിനോട് സംസാരിക്കാറുണ്ടായിരുന്നു. അവൻ്റെ ഓരോ സംസാരത്തിലും നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിന് ധൈര്യം പകരുന്ന വർത്തമാനങ്ങളായിരുന്നു അവൻ്റെ വർത്തമാനങ്ങൾ കൂടുതലും. നമുക്കെല്ലാം ഒരു ധാരണയുണ്ട്, സ്കൂളിലും അക്കാഡമിക്കൽ എബിലിറ്റീസിലും, അതായത് അക്കാഡമിക്കൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് സൈന്യത്തിൽ ചേരുന്നത്, അതും ലാസ്റ്റ് റിസോർട്ട് എന്നാണ് എൻ്റെ മനസ്സിലും ഒരു പരിധി വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരൊറ്റ വിവരണത്താൽ അത് സന്ദീപ് എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. അച്ഛനെന്താ കരുതിയത്? എന്നെപ്പോലെയുള്ളവർ എല്ലാവരും എൻജിനീയർ ആവാനും ഡോക്ടറാവാനും പോയി, മറ്റുള്ളവരെല്ലാം ബാക്കി, അതായത് അതിനകത്തുള്ള ബാക്കിയുള്ള ആൾക്കാർ മാത്രം സർവീസസിലേക്ക് ജോയിൻ ചെയ്യുക എന്നാണോ കരുതിയത്? തെറ്റാണത്. പോസ്റ്റ് ഗ്രാജുവേഷനിൽ റാങ്കുള്ള പലരും ഇന്ന് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു ചണ്ടിയായി വരുന്ന ആൾക്കാർ മാത്രം ചെയ്യുന്ന കാര്യമല്ല. ക്രീമായി നിൽക്കുന്ന മേലേക്കടയിൽ നിൽക്കുന്ന എല്ലാവർക്കും ചെയ്യാവുന്നതും എല്ലാവരും ചെയ്യുന്നതുമായ കാര്യങ്ങളാണ്.
സന്നദ്ധത, അർപ്പണ മനോഭാവം, രാജ്യസ്നേഹം ഇത്രയും നമുക്ക് വേണം. അതെനിക്കുണ്ട്. ഞാനത് ഉപയോഗിക്കുന്നതിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ, വേറെ ആര് പറഞ്ഞാലും വിരോധമില്ല, എന്നെ തടയരുത്, എനിക്കത് ചെയ്തേ മതിയാവൂ. ഐ എം വെരി ക്ലിയർ ദാറ്റ് ഐ ഷുഡ് സെർവ് ദ കൺട്രി ഇൻ ദിസ് മാനർ. ഇതാണ് അവൻ പറഞ്ഞത്. ചെറുപ്പം മുതലേ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന അച്ഛൻ്റെ അമ്മയുടെയും പൊന്നോമന മകന് ആഗ്രഹമായിരുന്നു സൈന്യത്തിൽ ചേരണമെന്ന്. ഒരു 8ാം ക്ലാസ്സിന് ശേഷം ആണത്രേ, എനിക്കറിയില്ലായിരുന്നു. അതും ഇതെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാം ആയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത്. 8ാം ക്ലാസ് മുതൽ അവൻ കൂടുതലും കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് പഠനത്തിനേക്കാളും കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സർവീസ് മാറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധ വെച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെ ഞാൻ അവനെ ഓമനിച്ചു, ലാളിച്ചു. ഒരു സ്റ്റേജിൽ, അതായത് ഒരു 18-17 അവന് വിവരം വയ്ക്കുന്ന ആ സമയത്ത് നമ്മൾ എന്താണ് അവനെ ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ ഇരട്ടിയായി നമ്മളോട്, അച്ഛനും അമ്മയോടും, തെറ്റേത് ശരിയേത്, ഏത് വഴിക്ക് നിങ്ങളും പോകണം, എന്തൊക്കെ ചെയ്യണം, അതേപോലെ ഞാൻ അവൻ്റെ ഒരു ഓമന കുട്ടിയായി. ഞാൻ അമ്മയാണ്, പക്ഷേ ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. അവൻ എന്നെ ഓമനിക്കാനും ലാളിക്കാനും തുടങ്ങി. ഈ ജന്മത്തിൽ കിട്ടാവുന്ന ഭാഗ്യത്തിൽ ഇത്രയും വലിയൊരു ഭാഗ്യം ഇപ്പം ലോക ജനത തന്നെ വിചാരിക്കും, ഈ അമ്മ എന്താണ് പറയുന്നത്, ഭാഗ്യം. അതെ, ഈ തീരാ ദുഃഖത്തിലും ഒരു മകനെ അങ്ങനെ അഭിമാനം കൊണ്ട് പറയുന്ന ഈ ലോക ജനതയ്ക്കുള്ളിൽ ഞാൻ ഒരു അഭിമാനത്തോടെ ചിന്തിക്കുന്ന ഒരു അമ്മ തന്നെയാണ് ആ ദുഃഖത്തിലും. അത്രത്തോളം സ്വഭാവശുദ്ധിയുള്ള ഒരു കുട്ടിയായിരുന്നു. എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, ഈ സമയത്ത് എന്താണോ പ്രവർത്തിക്കേണ്ടത്, അതാണ് സന്ദീപ് പ്രവർത്തിച്ചത്. അവൻ 1999 ജൂൺ 12 അവന് കമ്മീഷൻഡായി, ഓഫീസറായി. ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ രണ്ടാളെയും പിടിച്ചിരുത്തി, അച്ഛൻ അവിടെ ഇരിക്കുക, അമ്മ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ എന്താ പറഞ്ഞത്, അമ്മേ, അച്ഛ, ഇനി മുതൽ എൻ്റെ കുടുംബം എൻ്റെ യൂണിറ്റാണ്. ആ കുടുംബത്തിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ, എത്ര ആളുകളുണ്ടോ അവരെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതിനുശേഷം മാത്രമേ അച്ഛനും അമ്മയും ഉള്ളൂ. നിങ്ങൾ എൻ്റെ 2ാമത്തെ കുടുംബമാണ്. എന്നെ ഫ്രീ ആയിട്ട് വിടണം, എന്നെ സ്വതന്ത്രമായി വിട്ട് എനിക്ക് ചെയ്യാനുള്ള പ്രവർത്തികൾ ഞാൻ ചെയ്തു തീർക്കും, അതിനെന്നെ സ്വതന്ത്രമായിട്ട് വിടണം, പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനുണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. ജനങ്ങൾക്കിടയിൽ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല, എന്നാലും എൻ്റെ മനസ്സിലുള്ളത് പറയാണ്, അവനൊരു ഭഗവാനായിരുന്നു. പ്രവചനങ്ങളായിരുന്നു എല്ലാം, കഴിഞ്ഞത്, ഇപ്പോൾ നടക്കുന്നത്, ഇനി മുന്നോട്ട്. എൻ്റെ അനുഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം എന്നോട് പറഞ്ഞു ഒരിക്കൽ, ഞാൻ ഒരു കാലത്ത് അമ്മയുടെ കൂടെ ഇല്ലെങ്കിലും അമ്മയ്ക്ക് ഒരു കാലത്തും ഒരു കഷ്ടവും വരില്ല, എന്നെപ്പോലുള്ള മക്കൾ അമ്മയ്ക്ക് ചുറ്റിലുണ്ടാവും, അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും അമ്മയ്ക്ക് വേണ്ടി എന്തും സഹിക്കാനും എല്ലാ മക്കളും ഉണ്ടാവും. അത് ഇന്ന് സത്യസന്ധമായി നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയായിട്ടും ഞാൻ പറയുന്നത്, അങ്ങനെ മക്കൾക്ക് പോവാൻ ഒരാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിനെ മുന്നോട്ട് നയിക്കാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്ന ആളാണ്. പക്ഷേ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് നീ പോ, അവൻ പോ എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അങ്ങനെ ഒരു കുട്ടി മുന്നോട്ട് വന്നാൽ തീർച്ചയായും അവനോട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി ഇത് പ്രവർത്തിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യൂ, വേണ്ടത് ചെയ്യൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മരണം ഒന്നുമല്ല, മരണം നടക്കുന്നില്ല. എൻ്റെ മകനോട് കൂടെയുള്ള മക്കളെല്ലാം അവൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ കുട്ടന് അങ്ങനെ സംഭവിച്ചു, അതൊരു വിധിയായിട്ട് മാത്രം ഞാൻ കണക്കാക്കുന്നു. ബ്ലാക്ക് ടൊർണാഡോ എന്ന ഈ ഓപ്പറേഷന് മുന്നേ സന്ദീപ് സാറ് അമ്മേനെ അച്ഛനെയും ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിക്ക് ശേഷം സന്ദീപ് എന്നെ വിളിച്ച്, ഡാഡ്, സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ മുംബൈ, പ്ലീസ് സ്വിച്ച് ഓൺ ദ ടി വി. ഞാൻ എന്താ പറഞ്ഞതെന്നുണ്ടെങ്കിൽ, ഞാൻ സാധാരണ സീരിയലോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസുകളോ ഒക്കെ കഴിഞ്ഞ ശേഷം ടി വി ഓഫ് ചെയ്ത് നേരെ മേലെ പോയി കിടക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ, ഞാൻ ഉറങ്ങാൻ പോവാണ്, എനിക്ക് ശരിക്കും ഉറക്കമുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ സ്വരം ഒരു പ്രത്യേക തരത്തിലായിരുന്നു അന്ന്. നോ ഡാഡ്, ദർ ഇസ് സംതിങ് സീരിയസ്. പക്ഷേ എനിക്ക് ആർക്കും അറിയില്ലായിരുന്നു. അവൻ അപ്പോൾ മൂവ്മെൻറ്റ് ഓർഡർ കിട്ടിയിട്ട്
പോകാനിരിക്കുന്ന സമയമാണ്. അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം കൂടുതലായിട്ട് സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ ടെൽ മീ ദാറ്റ് ഇറ്റ് ഈസ് സീരിയസ്. സോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം അവൻ പറയുന്നത് സീരിയസ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും സീരിയസ് ആവും. ദെൻ ഐ തോട്ട് ദാറ്റ് ഓക്കെ, ഇത് എന്തോ ഒരു പ്രത്യേക സംഭവമാണ്, എന്തോ ആവുന്നതാണെന്നുള്ളത്. സോ ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ലൈക്ക് ദാറ്റ്. രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ഈ മാതാപിതാക്കൾക്ക് ഭാരത മക്കളോട് എന്താണ് പറയാനുള്ളത്? ഒരു കുട്ടിയുടെ മനസ്സിൽ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അർപ്പണ മനോഭാവത്തോടെ അത് ചെയ്യുക. പക്ഷേ അതൊരു കരിയറിന് വേണ്ടി മാത്രമായിരിക്കരുത് എന്നാണ് എൻ്റെ പ്രത്യേക പ്രാർത്ഥന. കരിയറിന് വേണ്ടി, അതായത് അവരുടെ ജോലി സ്ഥിരത അല്ലെങ്കിൽ നമ്മൾ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ വയറ്റുപഴുപ്പിന് വേണ്ടിയിട്ട് ഒരിക്കലും അത് ചെയ്യരുത്. ഈവൻ സന്ദീപ് പറയായിരുന്നു, സൈന്യത്തിൻ്റെ പരസ്യങ്ങൾ തന്നെ തെറ്റാണ്. സൈന്യത്തിൻ്റെ പരസ്യങ്ങളിൽ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ദിസ് പ്രൊഫഷൻ ഈസ് ആസ് ഗുഡ് ആസ് എനി അതർ പ്രൊഫഷൻ ഇൻ എനി അതർ പ്രൊഫഷൻ. സി ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അത് ശരിയല്ല. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് ഇവിടെ കിട്ടും, ഈ ആർമിയിൽ ജോയിൻ ചെയ്യൂ എന്നൊക്കെയുള്ള ഈ ഇറ്റ്സ് ഓൺ പാർ വിത്ത് എനി അതർ തിങ് എന്ന് പറയുന്ന ആ ഒരു വിശേഷത്തിലേക്ക് ഞാൻ ഒരിക്കലും എനിക്ക് പറയാൻ ഇഷ്ടമില്ല. ഇറ്റ് ഈസ് സംതിങ് എൽസ്. കാശല്ല, ശമ്പളമല്ല, കരിയർ പ്രോഗ്രഷൻ അല്ല, അതിലുപരി മറ്റെന്തോ ആണത്. ആ സംഗതികൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലതുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്, ഡോണ്ട് ലൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഡു ദാറ്റ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും ഭാരതത്തിൻ്റെ വീരനായ ജവാന്റെ വീരമാതാപിതാക്കൾ ഇവരിന്ന് നമുക്ക് നൽകിയ ഈ വാക്കുകൾ തന്നെയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മെസ്സേജ്. വീരനായ ഒരു മകനെയാണ് ഈ അച്ഛനും അമ്മയും നമ്മൾ ഭാരത മക്കൾക്ക് വേണ്ടി സമ്മാനിച്ചത്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സന്ദീപ് സാറിനെ ഓർമ്മിക്കാം. ഇത്രയേറെ നമുക്ക് വിശേഷങ്ങൾ പകർന്നു നൽകിയ ഈ അച്ഛനെയും അമ്മയും ഞാൻ ഗസ്റ്റ് സീറ്റിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അമ്മ, പോണേന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്. സന്ദീപ് സാറ് ധീരനായ ഒരു ജവാനാണ്. പക്ഷേ ഈ അമ്മ പറയുന്നുണ്ട്, വളരെ ധീരനായ ജവാനാണെങ്കിലും അമ്മയുടെ മുന്നിൽ 2 വയസ്സുള്ള കുട്ടിയെ പോലെയായിരുന്നു സാറ്. അത്രയും വാത്സല്യനിധിയായിട്ടുള്ള ഈ അമ്മ, ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. നമുക്കിനി അടുത്ത ജവാനെ ഓർക്കാം. രാജ്യത്തിനകത്തും പുറത്തും സേവനം ചെയ്യുന്ന നിരവധി ജവാന്മാരുണ്ട് നമുക്ക്. അഫ്ഗാനിസ്ഥാനിൽ സേവനമനുഷ്ഠിക്കവേ താലിബാൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ധീര ജവാൻ മണിയപ്പൻ രാമൻകുട്ടി. You are required to ensure the security of this country against any aggressor. What does that mean for you? It means that you should have to fight and fight to win. 2005 നവംബർ 22 അഫ്ഗാനിലെ കാണ്ഡഹാറിൽ നിന്ന് താലിബാൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി മൃഗീയമായി കൊലപ്പെടുത്തിയ ഇന്ത്യൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലെ മലയാളി ജീവനക്കാരൻ മണിയപ്പൻ. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള തുറവശ്ശേരി ചിങ്ങോലി സ്വദേശിയായിരുന്നു മണിയപ്പൻ. 1991 രാജ്യസേവനം ആരംഭിച്ച മണിയപ്പൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. നിംറോസ് പ്രവിശ്യയിൽ
റോഡ് നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായാണ് മണിയപ്പൻ അഫ്ഗാനിലെത്തിയത്. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ മണിയപ്പനു വേണ്ടി ഭാരതവും കേരളവും പ്രാർത്ഥനയും കണ്ണീരുമായി കാത്തിരുന്നെങ്കിലും നവംബർ 25-ാം തീയതി ഭാരതത്തിന്റെ ഹൃദയത്തിൽ മുറിവേറ്റ മരണവാർത്ത എത്തുകയായിരുന്നു. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതവും ജീവനും നൽകി വീരമൃത്യു വരിച്ച ധീര ജവാൻ മണിയപ്പന്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്കു മുന്നിൽ ഈ റിപ്പബ്ലിക് ദിനത്തിൽ കോമഡി സൂപ്പർ നൈറ്റ് ശിരസ് നമിക്കുന്നു. മണിയപ്പൻ എന്ന ധീര ജവാന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിന് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവും അയൽവാസിയുമാണ്. അവർ രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. മണിയപ്പൻ എന്ന മകനെ കുറിച്ച് അച്ഛൻ എന്തൊക്കെയാ പറയാനുള്ളത്? ഈ ഒരു മകനുണ്ടായി. ഞങ്ങൾ വളരെ ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചവരാണ്. അങ്ങനെ ജോലിക്കായിട്ട് പൂനായിൽ ആളെടുക്കുന്ന പറഞ്ഞ് അങ്ങനെ പോയി. അതിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയല്ല. അങ്ങനെ അതിനോടുകൂടി തള്ളി അങ്ങ് മരിച്ചു. കൂടെ വന്ന ചേട്ടൻ എന്താണ് പറയാനുള്ളത്? മണിയപ്പന് നമ്മുടെ രാജ്യത്ത് സേവനമനുഷ്ഠിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭാരതം മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയും ഇത്തരത്തിൽ പട്ടാളക്കാരെ സേവനം വിട്ടു നൽകാറുണ്ട്. ആ നിലയിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭീകരവാദത്തിൻ്റെ ഒരു കെടുതി അനുഭവിച്ച് അതിൽ നിന്നും കരകയറി വരുന്ന സമയത്താണ് ഭാരതം അഫ്ഗാനിസ്ഥാൻ ഒരു കൈത്താങ്ങ് കൊടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മണിയപ്പനടക്കമുള്ള സൈനികരും അർദ്ധസൈനിക വിഭാഗത്തിലും പെട്ട ആളുകളെ അവിടേക്ക് സേവനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. ആ സമയത്താണ് അവിടെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മണിയപ്പൻ മിസ്സിംഗ് ആണ് എന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അയൽവാസികളുമായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ ലഭിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു സൈനികനെ വാർത്തെടുക്കുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് കൂലിപ്പണി. പിന്നെ എനിക്ക് വളരെ ആശ്വാസമായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ. നഷ്ടപ്പെട്ടു പോയില്ലേ, പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഇനി കാര്യമില്ലല്ലോ. മണിയപ്പൻ എന്ന ജവാനിലുപരി ചേട്ടന്റെ സുഹൃത്തായിരുന്നു, അയൽവാസിയായിരുന്നു മണിയപ്പൻ. എന്തൊക്കെയാണ് ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഓർമ്മകൾ? മണിയപ്പന് ഞാനുമായിട്ട് വളരെയധികം പ്രായവ്യത്യാസമുണ്ട്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന് തുല്യമായിരുന്നു. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്. അധികം നഗരത്തിൻ്റെതായിട്ടുള്ളൊരു അന്തരീക്ഷമൊന്നുമില്ല. ക്ലബ്ബുകളും മറ്റ് ചെറിയ ചെറിയ സംഘങ്ങളും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന, എല്ലാവർക്കും സൗമ്യനായിട്ട് പെരുമാറുന്ന ഒരാളാണ്. അപ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മിസ്സിംഗ് എന്ന് പറയുന്ന വാർത്ത കേട്ടത്. ഞങ്ങളേറെ പ്രാർത്ഥനയിലായിരുന്നു, നാട്ടുകാരടക്കമുള്ളവർ, വിവിധ ആരാധനാലയങ്ങളിൽ വന്ന മതപുരോഹിതന്മാരടക്കം ഒരു ഏതാണ്ട് 5 ദിവസക്കാലം മണിയപ്പന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലും പ്രതീക്ഷയിലുമായിരുന്നു. പക്ഷേ അവസാനം 24-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയെന്ന് അഫ്ഗാനിൽ നിന്നുള്ള വിവരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിലൊരു ഗ്രന്ഥശാലയുണ്ട് നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് MLA അടക്കമുള്ളവരുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ട്രസ്റ്റ് എന്ന നിലയിലുള്ള പ്രവർത്തനം നടക്കുന്നു. സ്മാരകമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ വരുന്ന നാളുകളിൽ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മണിയപ്പൻ എന്ന ആ ധീര ജവാന്റെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും മൗനമായി പ്രാർത്ഥിക്കാം. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ സ്മരിക്കുന്ന മറ്റൊരു ധീര ജവാൻ, ഛത്തീസ്ഗഡിൽ മാവോവാദി ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ബിനു ആർ എന്ന ധീര ജവാന്റെ ഓർമ്മകളിലേക്ക്.
2007 ജൂലൈ 9 ഛത്തീസ്ഗഡിലെ മാവോവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട CRPF ജവാൻ ബിനു ആർ. പത്തനംതിട്ട ജില്ലയിൽ അടൂർ കുന്നമങ്കര ഇല്ലത്ത് തറയിൽ രാജന്റെ മകൻ. ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ജില്ലയിലെ നക്സൽ വേട്ടയ്ക്കിടെ ഏലംപെട്ടി വനത്തിനുള്ളിലുണ്ടായ ഏറ്റുമുട്ടലിൽ 24 സൈനികർ വീരമൃത്യു വരിച്ചു. അതിൽ അടൂർ സ്വദേശി ബിനുവും ഉൾപ്പെട്ടിരുന്നു. തന്റെ 26-ാമത്തെ വയസ്സിൽ രാജ്യത്തിനു വേണ്ടി ജീവിതം കൊണ്ട് മഹാത്യാഗം ചെയ്ത ബിനുവിന്റെ ഒരിക്കലും മരിക്കാത്ത വീരസ്മരണകൾക്ക് മുന്നിൽ ഈ റിപ്പബ്ലിക് ദിനത്തിൽ കോമഡി സൂപ്പർ നൈറ്റിന്റെ ശ്രദ്ധാഞ്ജലികൾ. I'm an officer in the Indian Army. I'm a son to 2 mothers. One bore me, but the other, my country. She made me. She made me the man that I am. And every time she calls, I shall hear and I shall heed, for she sings to me in my hour of need. ബിനു എന്ന ധീരജവാന്റെ മാതാപിതാക്കളെ ഏറെ സ്നേഹാദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ബിനു ആർ എന്ന നമ്മുടെ ധീരജവാൻ, അല്ലേ അമ്മേ? അതെ, ഒരു മോനെ ഉള്ളായിരുന്നു. ഞാൻ ഓമനിച്ച് വളർത്തിയെടുത്തത് അത് വിട്ടുപോയി. ഓഗസ്റ്റ് വന്നിട്ട് പിന്നെ അവൻ പോയത്. പിന്നെ അവനെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടൊക്കെയാ വന്നത്. ഒരേ ഉള്ളായിരുന്നു, അതുപോലെ വളർത്തിയെടുത്തത് അതുപോലെ പോയി. പഠിക്കാനും ഒക്കെ മിടുക്കനായിരുന്നു. NCCക്കൊക്കെ പോയായിരുന്നു. അവൻ ഇതേന്നും പറഞ്ഞ് വേറെ ഒരു ജോലിക്കും പോയില്ല. പിന്നെ ഈ ജോലി എന്ന് പട്ടാളം അങ്ങനെ അങ്ങ് പോയി. അപ്പോ ചെറുപ്പം മുതലേ ആഗ്രഹം അതായിരുന്നു, പട്ടാളത്തിൽ ചേരണം. NCCക്ക് പോയായിരുന്നു, അതിൻ്റെ ലീഡറൊക്കെ. അപ്പോൾ അതെന്നുള്ള ഒരു ചിന്തയുള്ള വേറെ ജോലിക്ക് അവൻ പരിശ്രമിച്ചില്ല. ഈ ഒരു ജോലിക്ക് 3-4 സ്ഥലത്ത് പോയായിരുന്നു. അച്ഛന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് മകനെ കുറിച്ച്? ആഗ്രഹിച്ചെല്ലാം ഇല്ലതായി. അവന് വലിയ പ്രതീക്ഷയായിരുന്നു. പഠിപ്പിച്ചതാ, മരമൊന്നും ഇല്ലാതായി. ആരൊക്കെയാണ് അമ്മ വീട്ടിലുള്ളത്? ഞങ്ങൾ 2 ഉണ്ട്. പിന്നെ എൻ്റെ ഇളയ മോളും മരുമോനും 2 കൊച്ചു പിള്ളേരും വന്നിട്ടുണ്ട്. അവരെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും ക്ഷണിക്കുകയാണ്. ദയവ് ചെയ്ത് വരിക. ചേച്ചി പേരെന്താണ്? സിന്ധുവാർ. സഹോദരനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? പന്തളം കോളേജിൽ പഠിക്കുമ്പോഴാണ് NCCക്ക് ചേർന്നത്. അന്ന് തൊട്ടേ ആഗ്രഹമായിരുന്നു പട്ടാളത്തിൽ ചേരണമെന്ന്. അപ്പൊ ചേച്ചിയോടൊക്കെ പറയാറുണ്ടായിരുന്നു ചെറുപ്പം മുതലേ, ചേച്ചി ഞാൻ വലുതായിട്ട് പട്ടാളത്തിൽ ചേരും? ഇഷ്ടമായിരുന്നു പട്ടാളത്തിൽ ചേരുന്നതിന്. അമ്മയുടെ ബിനു എന്ന മകന് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയായിരുന്നു. എന്തൊക്കെയായിരുന്നു? വലിയ പ്രതീക്ഷയായിരുന്നു. അന്ന് വീടൊക്കെ ചെറിയ വീടായിരുന്നു. അന്നേരം എനിക്ക് ആശയായിരുന്നു അവന് വലിയ പോയി കഴിഞ്ഞപ്പോൾ വന്നിട്ടൊരു വീട് വെച്ച്. അച്ഛന് വലിയ ആശയായിരുന്നു മോനെ കൊണ്ട് പെണ്ണുമൊക്കെ കെട്ടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കൊരു കൊച്ചു വീടൊക്കെ വെച്ചിട്ടൊക്കെ മതിയെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ആശകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സാധിച്ചില്ല. പിന്നെ അവിടെ നിന്ന് വന്ന് ഒരു വീട് വെച്ചു. പിന്നെ അവിടെ നിന്ന് അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്നു പറഞ്ഞു അവൻ അവിടെ ഇരുന്നപ്പോഴേ ഒരു വീടൊക്കെ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഒരു ചെറിയ വീടൊക്കെ വെച്ചിട്ടുണ്ട്. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ് നമ്മളിൽ എല്ലാവരും ബിനു ആർ എന്ന ധീരജവാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നിരവധി ജവാന്മാരുണ്ട് നമുക്ക്. രാജ്യം വീരശൗര്യ ചക്രം നൽകി ആദരിച്ച ജോസഫ് ഹെൻറി എന്ന ധീരജവാന്റെ ഓർമ്മകളിലേക്ക്. ആലപ്പുഴ ജില്ലയിലെ മാന്നാറിനടുത്ത് പുണ്യസ്ഥലമായ പരുമല സ്വദേശി ജോസഫ് ഹെൻറി
ആസാം റൈഫിൾസിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്നു ജോസഫ് ഹെൻറി. 2003 മാർച്ച് 11 നടന്ന തീവ്രവാദി ആക്രമണത്തിൽ രാജ്യത്തിനു വേണ്ടി വീരചരമം പ്രാപിച്ചു. ദേശീയ കബഡി ടീം താരമായിരുന്ന ജോസഫ് NCCയിലും സേവനമനുഷ്ഠിച്ചിരുന്നു. 1996 ഒക്ടോബർ 24 സ്പോർട്സ് കോട്ടയിൽ സൈനിക സേവനം ആരംഭിച്ച ജോസഫിന്റെ ജീവത്യാഗത്തിന് ഭാരതം മരണശേഷം വീരശൗര്യചക്രം നൽകി ആദരിച്ചു. പരിമല കിഴക്കടത്ത് ഹെൻറിയുടെയും വിക്ടോറിയ ഹെൻറിയുടെയും മകനാണ് കൊച്ചുമോനെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ജോസഫ് ഹെൻറി. തീവ്രവാദി ആക്രമണത്തിൽ ഭാരതത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ ധീരപുത്രൻ ജോസഫ് ഹെൻറിയുടെ ധീരസ്മരണകൾക്കു മുന്നിൽ ഈ റിപ്പബ്ലിക് ദിനത്തിൽ കോമഡി സൂപ്പർ നൈറ്റ് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ജോസഫ് ഹെൻറി എന്ന ധീര ജവാന്റെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും പ്രിയപ്പെട്ട കൊച്ചുമോൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? 96 മെയിൽ പാസ്സായി കഴിഞ്ഞ മകൻ 96 തന്നെ ഒക്ടോബറിൽ മോൻ കുട്ടുവന് പോയി. 96 നവംബർ 2 മോൻ കുട്ടുവൻ്റെ പാസ്സായി. ആസാം തിബിരാൻ സ്ഥലത്തേക്ക് ട്രെയിനിങ്ങിന് പോയി. അവിടെ ട്രെയിനിങ് പാസ്സായി 6 വർഷക്കാലം അവിടെ ജോലി നോക്കി. അങ്ങനെ ജോലി നോക്കി നേഴ്സ് അസിസ്റ്റൻ്റായിട്ട് ടെസ്റ്റ് എഴുതി പാസ്സായി കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ മോനെ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ടേ. അമ്മ ഞാൻ വരുന്നതിന് മുൻപ് തന്നെ അമ്മ കുട്ടിക്കാർക്ക് സിഒയ്ക്ക് കൊടുക്കാനായി കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വിടണമെന്ന്. ഞാൻ ഏത്തക്ക ഉപ്പേരിയും ചക്ക ഉപ്പേരിയും അരിയുണ്ടയും ഉണ്ടാക്കി വെച്ചു എൻ്റെ മോന് കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തു വിടാൻ വേണ്ടി. കൊടുത്തു വിട്ടിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ ചുറ്റും ആൾക്കാർ തിങ്ങി നിൽക്കുന്നു. എന്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നില്ല. ഞാൻ മോൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, രാധാകൃഷ്ണൻ എന്ത് പറ്റി എൻ്റെ മോനെ? അമ്മേ എന്നുമില്ല, പറയൂ, അവൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, മുറിഞ്ഞാൽ പട്ടാളത്തിന് റിസൾട്ട് വരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അവർ പറഞ്ഞു അവൻ വെടിയേറ്റു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് എന്തെന്നറിയാത്ത എൻ്റെ കൊച്ചുമ്മൻ കൂട്ടുകാർ താങ്ങിയെടുത്തു, ആശ്വാസം തരുവാൻ ഒരുങ്ങി. എന്നാൽ ഈശോ തരണമല്ല ആശ്വാസം. മരിച്ചു എന്ന് റിപ്പോർട്ട് വന്നു. ഞങ്ങൾക്കെല്ലാ ബഹുമതിയോടും കൂടി മോനെ അടക്കാനുള്ള ഇത് തന്നു. ഇവിടെ എറണാകുളം നേവിക്കാണ് മോനെ വിട്ടുകൊടുത്തത്. അങ്ങനെ അടക്കി. അത് കഴിഞ്ഞു 2004 ഞങ്ങൾ ജൂലൈ 24 ഡൽഹിയിൽ പോയി ശൗര്യചക്രം വാങ്ങിച്ചു. അമ്മേ നല്ല വിളിക്കുന്നേ, അമ്മേ പേര് മാത്രമേ വിളിക്കുകയുള്ളൂ, അമ്മയെന്ന് വിളിക്കത്തില്ല. അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു മകനിങ്ങനെ പട്ടാളത്തിൽ ചേരുന്നതിനോട്. അവനെ പട്ടാളത്തിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. അവൻ്റെ NCC സാറ് നമ്പൂരി സാറായിരുന്നു. സാർ പറയും ജോസഫ് ഹെൻറി പട്ടാളത്തിൽ പോയാൽ മതി എന്ന് പറയുമായിരുന്നു. പോലീസ് സമ്മതിച്ചില്ല. അങ്ങനെ ആ സമയം തന്നെ പോയി. ആദ്യം തന്നെ റിക്രൂട്ട്മെന്റ് പാസ്സായി. ഹെൻറി സാറിന് എന്തെങ്കിലും ആഗ്രഹമുള്ളതായിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു? പട്ടാളത്തിൽ തന്നെ പോകണമെന്നായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പട്ടാളം തന്നെ പോകണം എന്നായിരുന്നു അവൻ്റെ വലിയ ആഗ്രഹം. പിന്നെ മറ്റും ഒരാഗ്രഹങ്ങളായിട്ടൊന്നും പറയത്തില്ല. മരിക്കുന്നതിനു 3 ദിവസം മുമ്പ് എന്നെ വിളിച്ചു, അമ്മേ ഞാൻ നാട്ടിൽ വരുവുണ്ട്, അതിനു മുമ്പേ അമ്മ ഇതൊക്കെ കൊടുത്തുവിടേ, സതീഷ് അണ്ണൻ്റെ കൊടുത്തുവിടണേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൊടുത്തുവിടാം എന്ന് പറഞ്ഞ് എല്ലാം ഒരുക്കി പാക്ക് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അത്ര ബഹുമതിയുള്ള ഒരു മകനായിരുന്നു. ഉത്സവായുധങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും ഹെൻറി ജോസഫ് എന്ന ധീര ജവാനെ ഭാരത മക്കൾ ഒരിക്കലും മറക്കില്ല. ആ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ
അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രണാമം ചൊല്ലാം. ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി സിയാച്ചിൻ. സിയാച്ചിനിൽ വെച്ച് അപകടമരണം സംഭവിച്ച ഭാരതത്തിന്റെ വീരപുത്രൻ ലാൻസ് നായിക് സുധീഷിന്റെ ഓർമ്മകളിലേക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ മലനിരകളിൽ കടുത്ത ഹിമപാതത്തിൽപ്പെട്ട് മഞ്ഞുപാളികൾക്കിടയിൽ താഴ്ന്നുപോയ 10 സൈനികരിൽ ഒരാൾ പി സുധീഷ്. ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റിലെ ലാൻസ് നായിക് ആയിരുന്നു സുധീഷ്. കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിൽ ബ്രഹ്മപുത്രൻ പുഷ്പവല്ലി ദമ്പതികളുടെ ഇളയ മകൻ. ഭാര്യ ശാലു, മകൾ മീനാക്ഷി. 2016 ഫെബ്രുവരി 3 നടന്ന സിയാച്ചിനിലെ മഞ്ഞിടിച്ചിലിൽ അകപ്പെട്ട സുധീഷിന്റെയും സഹപ്രവർത്തകരുടെയും മൃതദേഹങ്ങൾ 7 ദിവസങ്ങൾക്ക് ശേഷമാണ് മഞ്ഞുമലയ്ക്കുള്ളിൽ നിന്നും ലഭിച്ചത്. സിയാച്ചിൻ മഞ്ഞുമലകൾ സുധീഷിന്റെ ജീവൻ കവർന്നെടുക്കുമ്പോൾ മകൾ മീനാക്ഷിക്ക് 4 മാസം മാത്രം പ്രായം. മകളെ ഒരു നോക്കുപോലും കാണാനാവാതെ ഭാരതത്തിന്റെ ആ വീരപുത്രൻ യാത്രയാവുകയായിരുന്നു. നമ്മൾ ഉറങ്ങിയപ്പോൾ ഉറങ്ങാതെ രാജ്യത്തിന്റെ അതിർത്തി കാത്തു സൂക്ഷിച്ച ഭാരതപുത്രൻ സുധീഷിന്റെ ധീരസ്മരണകൾക്ക് മുന്നിൽ ഈ റിപ്പബ്ലിക് ദിനത്തിൽ കോമഡി സൂപ്പർ നൈറ്റിന്റെ പ്രണാമം. ഭാരതത്തിന്റെ വീരപുത്രൻ ലാൻസ് നായിക് സുധീഷ് സാറിന്റെ അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഭാരതത്തിന് നഷ്ടപ്പെട്ടത് ഒരു ധീര ജവാനെയാണ്. ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടത് മകനെയാണ്, അച്ഛനെയാണ്, സുഹൃത്തിനെയാണ്, സഹോദരനെയാണ്, ഒരു ഭർത്താവിനെയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് എന്തെല്ലാം ആകാൻ പറ്റുമോ അതെല്ലാമാണ് ഇല്ലാതാവുന്നത്. ചേച്ചി എന്താ പറയാനുള്ളത്? അമ്മേ, ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു പട്ടാളത്തിൽ പോകണമെന്ന്. ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ സപ്പോർട്ടായിരുന്നു? എനിക്കിഷ്ടമല്ലായിരുന്നു. അച്ഛാ, സുധീഷ് എന്ന മകനും അച്ഛനും തമ്മിൽ ഒരുപാട് സൗഹൃദം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു സൗഹൃദം? അച്ഛൻ ഒരു മകനെ എങ്ങനെ സ്നേഹിക്കുന്നു അതേ കൂട്ടി തിരിച്ച് ഒരച്ഛനെ മകനും സ്നേഹിച്ചു. മോളെ കാണാൻ വേണ്ടി വരാനിരിക്കായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. 6-ാം മാസത്തിൽ വന്നിട്ട് പോയതാ. അരിഞ്ഞാണം കെട്ടിന് വരാമെന്ന് പറഞ്ഞു. അരിഞ്ഞാണം കെട്ടിന് വേണ്ടിയിട്ട്. പിന്നെ അരിഞ്ഞാണം കെട്ടിന് ചോദിച്ചപ്പം കൊടുത്തില്ലെന്ന് പറഞ്ഞു. കണ്ടില്ല. അവസാനമായിട്ട് എന്തായിരുന്നു ഫോൺ ചെയ്ത് പറഞ്ഞത്? ആസ്പത്രി കിടന്നപ്പോൾ പ്രസവിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തോ കൊച്ചെന്ന്. ഞാൻ പറഞ്ഞു ആണാന്ന്. അന്നേരം പിന്നെ ശാലുവിനോട് ചോദിച്ചു എന്തോ അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞിപ്പോൾ മോളാന്ന്. അതെന്തിനാ അമ്മ കള്ളം പറഞ്ഞത് മോനാന്ന്? കളിച്ചോണ്ട് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? അവന് മോനോടാ ഇഷ്ടം, ആൺപിള്ളേരോടാ ഇഷ്ടം. അച്ഛനെന്താ പറയാനുള്ളത്? സൈനികനായി ചേരണമെന്ന് വളരെ ആഗ്രഹം എൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവന്. അങ്ങനെ മൂത്തവനെ കൊണ്ടുപോയപ്പം ഈ ഇളയ മകനും വരുന്നെന്ന് പറഞ്ഞു സുധീഷ്. ഞാനന്നേരം അവനെയുടെ കൊണ്ടുപോയി. അതിനത്രയും പ്രായമില്ല. 1985 ഡിസംബർ 24 ജനിച്ചത്. പട്ടാളത്തിൽ ചേരുന്ന 2002 പിന്നെ മാർച്ച് 2 തീർച്ചയായും സുധീഷ് എന്ന ധീര ജവാനെ ഞങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ സ്നേഹനിധിയായ
അച്ഛൻ്റെയും അമ്മയുടെയും മകനായിരുന്നു അദ്ദേഹം. അതിലുപരി ഏറെ സ്നേഹം നൽകുന്ന ഒരു ഭർത്താവായിരുന്നു. ധീരനായ മകനെക്കുറിച്ച് ഓർക്കുകയാണ് ഒരു ജനത മുഴുവനും. അഭിമാനം തോന്നില്ല അച്ഛന് ഇതുപോലെ ഒരു ധീര ജവാന് ജന്മം നൽകിയതിന്? അതിയായ ദുഃഖമുണ്ടെങ്കിലും രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ആദരവ് അർപ്പിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഈ അച്ഛൻ്റെ വാക്കുകൾ തീർച്ചയായും ഓരോ ഭാരതീയനും പ്രചോദനമാവേണ്ടതാണ്. ഗസ്റ്റ് സീറ്റിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരെയും. ധീരയോദ്ധാക്കളെല്ലാം രക്തം ചിന്തിയത് ഹിന്ദുവിനോ മുസൽമാനോ ക്രിസ്ത്യാനിക്കോ വേണ്ടിയല്ല. ജാതി, മതം, വേഷം, ഭാഷ, വർണ്ണം എന്നതിലതീതമായി ഭാരതത്തിന് വേണ്ടിയാണ് ഈ ധീര ജവാന്മാർ രക്തം ചിന്തിയത്. നമ്മുടെ ഈ ധീര ജവാന്മാരെ നമ്മൾ ഓർമ്മിക്കുന്ന ഈ യാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മറ്റൊരു ധീര ജവാനാണ്. മുംബൈ ഭീകരാക്രമണത്തിൽ മാരകമായി പരിക്കേൽക്കുകയും മരണത്തിൽ നിന്ന് ജീവിതത്തിന്റെ പടികൾ കയറി വന്ന NSG കമാൻഡോ PV മനീഷ്. 2008 നവംബർ 26 ഭാരതത്തിന്റെ അഭിമാന നഗരമായ മുംബൈയിൽ തീവ്രവാദികൾ ആസൂത്രിതമായി നടത്തിയ 10 ഭീകരാക്രമണങ്ങൾ. അറുപത് മണിക്കൂർ നീണ്ട ഈ ആക്രമണത്തിൽ ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന ഭാരത മക്കൾ. അന്തിമ വിജയം ഇന്ത്യൻ സേനയുടെ കരങ്ങളിലേക്ക് എത്തുമ്പോൾ 22 വിദേശികളടക്കം 200ഓളം പേർ കൊല്ലപ്പെടുകയും 300ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോയിൽ ഭാരതത്തിനു വേണ്ടി അവസാന ശ്വാസം വരെ പോരാടി വീരമൃത്യു വരിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ വേർപാട് മലയാള മണ്ണിലും കണ്ണീർ തുള്ളികൾ രാജ്യസ്നേഹത്തിന്റെ ഭൂപടം വരച്ചിട്ടു. മുംബൈ താജ് ഹോട്ടലിൽ നടന്ന സായുധ പോരാട്ടത്തിൽ തീവ്രവാദികളെ വകവരുത്തുന്നതിനിടയിലാണ് മേജർ സന്ദീപ് മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയത്. ഭാരതത്തിനൊപ്പം ലോകരാജ്യങ്ങളും അക്ഷമരായി കാത്തിരുന്ന ഈ ദിനങ്ങളിൽ മുംബൈ താജ് ഹോട്ടലിലും ഒബ്രോയ് ഹോട്ടലിലും പിന്നെ നാടിനുവേണ്ടി തീവ്രവാദികളെ വകവരുത്തിയ കേരളത്തിന്റെ വീരപുത്രൻ NSG കമാൻഡോ PV മനീഷിനെ ഭാരതം ഇന്നും ആത്മാഭിമാനത്തോടെ ഓർക്കുന്നു. മുംബൈ ഒബ്രോയ് ഹോട്ടലിൽ കയറി ഒളിച്ച തീവ്രവാദികളെ കൊന്നൊടുക്കി മുന്നേറുന്നതിനിടയിൽ മനീഷിന്റെ തലയിൽ അപ്രതീക്ഷിതമായി പതിച്ച ഒരു ഗ്രനേഡ്. 3 ഗ്രനേഡ് ചീളുകൾ തുളച്ചു കയറിയ മനീഷിന്റെ തലയിൽ നിന്ന് 2 നീക്കം ചെയ്തു. ഒരു ഗ്രനേഡ് ചീള് മനീഷിന്റെ ശിരസിൽ ഇപ്പോഴും തറച്ചിരിക്കുന്നു. അത് നീക്കാനാവില്ലെന്ന് വൈദ്യശാസ്ത്രവും വിധിയെഴുതി. ശരീരത്തിന്റെ ഒരു വശം തളർന്നുപോയ മനീഷ് രാജ്യസ്നേഹികളുടെ പ്രാർത്ഥനകളാൽ ആത്മധൈര്യത്തോടെ സഞ്ചരിക്കുന്നു. കണ്ണൂർ അഴിക്കോട് സ്വദേശിയായ NSG കമാൻഡോ PV മനീഷിന് ഭാരതം ശൗര്യചക്ര ബഹുമതി നൽകി ആദരിച്ചു. വരും തലമുറയ്ക്ക് ആത്മധൈര്യവും ആത്മവിശ്വാസവും പകരുന്ന ചരിത്ര നിമിഷങ്ങളിലൂടെ ധീരദേശാഭിമാനികളുടെ സ്മരണകൾ ഇരമ്പുന്ന ഭാരതത്തിന്റെ മണ്ണിലൂടെ നടക്കുമ്പോൾ നമുക്ക് കേൾക്കാം രാജ്യസ്നേഹത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും ഹൃദയത്തുടിപ്പുകൾ. ഭാരതത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മലയാളത്തിന്റെ സ്വന്തം PV മനീഷിനെ അഭിമാനപൂർവം ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്ദേ മാതരം.
വളരെ സന്തോഷം സർ. താങ്ക് യു. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലും സാർ ഞങ്ങളുടെ ഈ വേദിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തു. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഇങ്ങനെ ഒരു ആദരിക്കൽ ചടങ്ങുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇവിടെ എത്താൻ കാണിച്ച ഈ വലിയ മനസ്സിന് ഒരുപാട് നന്ദി സർ. നമ്മളെല്ലാവരും കണ്ടു നമ്മളുടെ പ്രിയപ്പെട്ട സൈനികരും അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും. ഒരു സൈനികൻ എന്ന നിലയ്ക്ക് സാറിന് എന്താണ് പറയാനുള്ളത്? ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി അഭിമാനത്തോടുകൂടി രാജ്യസുരക്ഷയിലേർപ്പെട്ട് വീരമൃത്യു വരിച്ച ഒരു കുടുംബാംഗങ്ങളാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. കാരണം സന്ദീപ് സാറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും കുറേ ഓർമ്മകൾ പറഞ്ഞതാണ്, പറയാൻ വാക്കുകളില്ല. ഒരു മകൻ്റെ വേർപാടിലുള്ള ദുഃഖത്തെ മറന്നുകൊണ്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴും എന്നെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി അമ്മ വന്നിരുന്നു. അമ്മ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കുകളാണ് ഞാൻ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറാണ്. അമ്മ എപ്പോഴും പറയാറ്, നിങ്ങളിലൂടെയാണ് എൻ്റെ സന്ദീപിനെ ഞങ്ങൾ കാണുന്നത്, നിങ്ങളെ കാണുമ്പോൾ എൻ്റെ സന്ദീപിനെ കാണുന്ന പോലെയാണെന്ന്. നമ്മുടെ സൈനികർക്ക് കിട്ടുന്ന മറ്റുള്ളതിൽ ഏറെ ഉപരി സൈനികർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബഹുമതിയും ആ ഒരു അംഗീകാരവുമാണ്. കാരണം നമ്മുടെ എല്ലാവരും സ്വന്തം മക്കളെ പോലെ കാണുന്ന മാതാപിതാക്കളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ളത്. അതിനേക്കാളേറെ ഉപരി ഇപ്പോൾ അമ്മ ഇവിടെ ഒരു കാര്യം അയവിറക്കി. സന്ദീപ് സാബ് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കണമെന്ന്. സാബ് എപ്പോഴും പറയാറ്, ഞങ്ങളെ കാണുമ്പോൾ എപ്പോഴും പറയാറ് ഒരു വാക്കാണ്. അത് എന്നെ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ആ വാക്കുകളാണ്, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഞങ്ങളുടെ ഭഗവാൻ. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ ഞങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളെ തേടിയെത്തും. ഇന്ന് ആ വാക്കുകളാണ് അമ്മ പറഞ്ഞു. മുൻകൂട്ടി സന്ദീപ് സാവ് ഒരു ഭഗവാനെ പോലെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കും അതേപോലെ ഒരു ജ്യേഷ്ഠനെന്നല്ല, അതിനേക്കാളേറെ ഉപരി ബഹുമാന്യനായ നമ്മുടെ ഒരു ഓഫീസറായിരുന്നു സന്ദീപ് സാവ്. വാക്കുകളില്ല എനിക്ക് പറയാൻ വേണ്ടി. ഈ അവസരത്തിൽ എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും വലിയ ഒരു ധീരനായ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാർ. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഭാരത മക്കളോട് സാറിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ രാജ്യം എന്നത് ഒരു മതേതര രാജ്യമാണ്. നമ്മുടെ രാജ്യത്തുള്ളത് ഒരു മതേതര സംസ്കാരം. നമ്മുടെ ഇതിന് മുന്നേ ഈ ഫ്ലോറിൽ വരുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ കുറേ ആൾക്കാരുടെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച കുറേ ആൾക്കാരുടെ വീഡിയോസ് കാണാനിടയായി. അതിലൊക്കെ പറഞ്ഞ ഒരൊറ്റൊരു കാര്യമെന്നത്, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർന്നിരിക്കുന്നവരാണ് നമ്മുടെ സൈനികരാണ്. അപ്പോൾ ഞങ്ങൾക്കും ഈ സൈനികരായ ഞങ്ങൾക്ക് പല ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഞങ്ങളുടെ കൈമിലാണ് എന്ന ഉത്തരവാദിത്വം, ആ കർത്തവ്യബോധത്തോടെയാണ് ഓരോ സൈനികനും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്നത്. അപ്പോൾ ആ സൈനികൻ്റെ ജാതി എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരമാണ്, മതം എന്നത് നമ്മുടെ ഭാരതമാണ്. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഇനിയെങ്കിലും നമ്മുടെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ സൈനികരെ മറ്റുള്ള കാര്യത്തിൽ മാതൃകയാക്കുന്നത് പോലെ അവർ ജീവിക്കുന്നത് പോലെ അവരെ ആ സംസ്കാരത്തിൽ ഉയർത്തിക്കൊണ്ട് ആ സംസ്കാരം എടുത്തുകൊണ്ട് നമ്മളെല്ലാവരും സസന്തോഷം ജീവിക്കണം. നമ്മുടെ രാജ്യമെന്നത് നമ്മുടെ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു മതേതര സംസ്കാരം ഉള്ള ഒരു രാജ്യമാണ്. ആ രാജ്യം എന്നും നല്ല രീതിയിൽ ഈ ജനുവരി 26 എന്ന റിപ്പബ്ലിക് ദിനത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് എല്ലാവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ജനുവരി 26, നമ്മുടെ റിപ്പബ്ലിക് ഡേ. ഈ ദിവസം മനേഷ് സാറിന് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി, കോമഡി സൂപ്പർ നൈറ്റ് 2-ന് വേണ്ടി, ഫ്ലവേഴ്സ് ചാനലിന് വേണ്ടി, എല്ലാ ഭാരതീയനും വേണ്ടി, ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ധീരരായ സൈനികരുടെ കുടുംബാംഗങ്ങളുണ്ട്. അവരെ ആദരിക്കുന്നതിന്, അതിന് ആദരവ് നൽകുന്നതിന് തീർച്ചയായും ഈ വേദിയിൽ ഏറ്റവും അർഹൻ സാറാണ്. സാർ അത് നിർവഹിക്കണം. ഞാൻ ആദരിക്കാൻ വേണ്ടി അർഹനാണോ എന്നറിയില്ല, പക്ഷേ എൻ്റെ അച്ഛനമ്മമാരെയാണ് ഞാൻ ആദരിക്കേണ്ടത്. അതൊരു മകൻ എന്ന സ്ഥാനത്ത് ഞാൻ നിർവഹിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ധീര ജവാന്മാരുടെയും കുടുംബാംഗങ്ങളെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോമഡി സൂപ്പർ നൈറ്റ് 2-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നിമിഷമാണ്. അതിലേറെ അഭിമാനവും. നമ്മുടെ ധീര ജവാന്മാരുടെ മാതാപിതാക്കളെയും ഭാര്യയും കുഞ്ഞും എല്ലാവരെയും ആദരിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ ഈ അസുലഭ അവസരം ഒരുപാട് 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 ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണ്. ആദ്യമായി ആദരവ് ഏറ്റുവാങ്ങുന്നത് ധീര ജവാൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ അച്ഛനും അമ്മയുമാണ്. കഴിഞ്ഞില്ല, മറ്റൊരു ഉപഹാരം കൂടിയുണ്ട്. പറക്കാട് ജ്വൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആന. അടുത്തതായി ആദരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ട മണിയപ്പൻ രാമൻകുട്ടി എന്ന ധീര ജവാന്റെ കുടുംബത്തെയാണ്. ഛത്തീസ്ഗഡിൽ വെച്ച് മാവോ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട CRPF ജവാൻ ബിനു ആർ എന്ന ധീര ജവാന്റെ കുടുംബത്തെ ആദരിക്കുന്നു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും പ്രിയപ്പെട്ട ധീര ജവാൻ ജോസഫ് ഹെൻറിയുടെ മാതാപിതാക്കൾ. ധീരനായ സൈനികന്റെ അച്ഛനാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന, ഒരുപാട് സന്തോഷിക്കുന്ന അച്ഛനുണ്ട് ഇവിടെ. ലാൻസ് നായിക് സുതീഷ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ആദരിക്കുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ ധീര ജവാന്മാരെ ഓർമ്മിക്കുന്ന ഈ വേളയിൽ അവരുടെ രക്ഷിതാക്കൾക്കും ഭാര്യയ്ക്കും കുഞ്ഞിനും എല്ലാം ആദരവ് നൽകാൻ വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ജവാൻ മനേഷ് സാറിനോട് ഒരുപാട് 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 നന്ദിയുണ്ട്. ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം കൂടിയുണ്ട്. മനേഷ് സാറിന് എന്തോ ഒന്നുകൂടെ പറയാനുണ്ട്. കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമിലെ എപ്പിസോഡിൽ ഞാനിവിടെ വന്നപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് ഒരു NCC കേഡറ്റ് സ്റ്റുഡൻറ്റ് ശിബില വരൂ. ശിബില എനിക്കൊരു സെല്യൂട്ട് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ശിബില തന്ന സെല്യൂട്ട് ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്കല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഓരോ സൈനികർക്കുമുള്ള സെല്യൂട്ടാണ്. അത് വളരെ യാദൃശ്ചികമായിട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന, നമ്മുടെ മുന്നിലുള്ള NCC കുട്ടികളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സെല്യൂട്ടായിരുന്നു. സുഖമല്ലേ ശിബില? സുഖം. അതേപോലുള്ള ഒരു സെല്യൂട്ട് ഇപ്പോൾ ഈ വേദിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ കേരളത്തിൻ്റെ, അതും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഇവിടെ വീരമൃത്യു വരിച്ച, രാജ്യത്തെ സേവനത്തിനിടെ വീരമൃത്യു വരിച്ച അവരുടെ മാതാപിതാക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്, കുടുംബാംഗങ്ങളാണ്. ഈ ഒരു സെല്യൂട്ട്, എനിക്ക് അന്ന് തന്ന സെല്യൂട്ട് ഏറ്റവും അർഹപ്പെട്ടത് ഈ വേദിയിൽ ഇപ്പോൾ ഈ ഫ്ലോറിലിരിക്കുന്ന ഈ കുടുംബാംഗങ്ങൾക്കാണ്. അത്തരമൊരു സെല്യൂട്ട് ഇപ്പോൾ ഒന്ന് കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക.
കുരുക്ഷേത്ര യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച അഭിമന്യുവിനെ ഓർത്ത് കാലം കരയുകയല്ല ചെയ്തത്, അഭിമാനിക്കുകയായിരുന്നു. അതുപോലെ നമുക്കും അഭിമാനിക്കാം. ഭാരതാമ്മയ്ക്ക് വേണ്ടി ജീവൻ ബലിദാനം നൽകിയ ധീരയോദ്ധാക്കളെ ഓർത്ത്. ജയ് ഹിന്ദ്. जनगणमनाधिनायक जय हे भारत भाग्य विधाता. पंजाब सिंधु गुजरात मराठा द्राविड़ उत्कल बंग. विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंग. तव शुभ नामे जागे तव शुभ आशीष मांगे. गाहे तव